ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് നിർണായക മാച്ചിൽ ഇന്ത്യ വിജയിച്ചിരിക്കുകയാണ്. 195 എന്ന വിജയലക്ഷ്യം 19.2 ഓവറിൽ സഞ്ജു ആണ് ഫിനിഷ് ചെയ്തത്. ഇന്ത്യക്ക് പുതിയൊരു ചേസിംഗ് സ്റ്റാർ വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ കളി വിലയിരുത്തുന്നത്? കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം നടന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ മത്സരമായിരുന്നു. ജീവൻ മരണ പോരാട്ടമായിരുന്നു. സ്വന്തം നാട്ടിൽ നടക്കുന്ന ലോകകപ്പാണ്. അപ്പോൾ ഈ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഈ മത്സരത്തിലെ ജയം ഇന്ത്യക്ക് അത്രയും അനിവാര്യമായിരുന്നു. തോറ്റാൽ പുറത്തെന്നുള്ളൊരു ഘട്ടത്തിലായിരുന്നു ഇന്ത്യ ഉള്ളത്. കാരണം റൺ റേറ്റ് കൊണ്ടും പോയിന്റ് കൊണ്ടും ഇന്ത്യ ആ ഘട്ടത്തിൽ വളരെ വെസ്റ്റ് ഇൻഡീസിനെ താഴെയായിരുന്നു. ദക്ഷിണാഫ്രിക്ക 1ാം സ്ഥാനത്തായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് വിജയത്തെ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കളിയിലേക്ക് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ജോബൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യക്ക് ഒരു രക്ഷകനായിട്ട് സഞ്ജു സാംസൺ അവതരിക്കുകയാണ് ഇത്. നമ്മൾ സഞ്ജുവിനെ സ്നേഹിക്കുന്നവരും ക്രിക്കറ്റ് ആരാധകരും എല്ലാവരും ആഗ്രഹിച്ചൊരു നിമിഷമാണ് സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഇന്നിങ്സ്. സാധാരണ ഇന്നിങ്സ് അല്ല, 1ാം ഓവറിൽ തന്നെ ക്രീസിലെത്തുക, അവസാന ഓവർ വരെ ക്രീസിൽ നിലയുറപ്പിക്കുക, വിജയ റൺ നേടിയെടുക്കുക. ഈ സഞ്ജു പറഞ്ഞതുപോലെ തന്നെ ഒരു സ്വപ്നം കണ്ടിരുന്ന നേട്ടമാണ് സഞ്ജു സ്വന്തമാക്കിയത്. അതുപോലെ ആരാധകർ സഞ്ജുവിനെ സ്നേഹിക്കുന്നവരും സ്വപ്നം കണ്ട വിജയമാണ് നേടിയെടുത്തത്. കൊൽക്കത്തയിലെ മത്സരം നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ നിരയിൽ നിന്ന് വലിയൊരു റൺസ് നേടിയ താരങ്ങൾ ആരും തന്നെ ഇല്ലെന്ന് നമുക്ക് പറയാം. നമ്മുടെ സൂപ്പർ താരങ്ങളായ ഓപ്പണർമാരായ ഉള്ള അഭിഷേകിന് 10 റൺസാണ് നേടാനായത്. അഭിഷേക് തുടക്കത്തിൽ തന്നെ പുറത്താവുന്നുണ്ട്. പിന്നീട് ഇഷാൻ കിഷൻ വരുന്നുണ്ട്. ഇഷാൻ ഇതുപോലെ തന്നെ 10 റൺസ് മാത്രമാണ് നേടാനായത്. ആ ഒരു ഘട്ടത്തിലായിരുന്നു സഞ്ജു ക്രീസിലുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ നിന്ന് ഇന്ത്യ വിജയത്തിൻ്റെ തോളിലേറ്റി സഞ്ജു ഇന്ത്യനെ ഒരു വിന്നിങ്ങിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. നമ്മൾ മത്സരത്തിൻ്റെ ഈ കാര്യങ്ങൾ പറയുന്നതിനൊപ്പം ഈ ലോകകപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു നിർണായക ഘട്ടത്തിലേക്ക് സഞ്ജു എങ്ങനെ കടന്നു വന്നതെന്ന് നമ്മൾ നോക്കണം. ഈ ലോകകപ്പിൻ്റെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ആദ്യത്തെ മത്സരങ്ങളിലെല്ലാം ഇന്ത്യ ജയിച്ചാണ് സുരക്ഷിതമായിട്ട് ജയിച്ചാണ് അവസാന ലാപ്പിലേക്ക് എത്തുന്നത്. അവിടെയൊന്നും ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ വലിയ കാര്യമായ വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് എല്ലാവരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടായിരുന്നു. നമ്മുടെ ഓപ്പണർമാർ പ്രത്യേകിച്ച് അഭിഷേക് തുടർച്ചയായിട്ട് ഡക്ക് 0-ന് പുറത്താവുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 തവണ ഒരുമിച്ച് അഭിഷേക് ഡെക്കാവുന്നുണ്ട്. മികച്ചൊരു തുടക്കമില്ലാതെ ഓപ്പണർമാർ പെട്ടെന്ന് പുറത്താവുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം സ്പിന്ന് ഫസ്റ്റ് ഓവർ തന്നെ സ്പിന്നർമാർ വരുന്നു, നമ്മുടെ ഓപ്പണർമാരെ പെട്ടെന്ന് തന്നെ പുറത്താക്കുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് സഞ്ജുവിനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരണമെന്നുള്ളൊരു ആവശ്യം എല്ലാ ക്രിക്കറ്റ് നമ്മൾ ഇന്ത്യൻ ടീമിനെ ആരാധിക്കുന്നവരും സ്നേഹിക്കുന്നവരും എല്ലാവരും പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് നിർണായകമായ ലോകകപ്പാണ്. ഇപ്പോൾ സഞ്ജു ഒരു വലങ്കയും ബാറ്ററെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരണമെന്നുള്ളൊരു ആവശ്യം ശക്തമാവുന്നതാണ്. അങ്ങനെയാണ് സഞ്ജു വരുന്നത്. അതിന് മുമ്പ് നമീബിയക്കെതിരെ സഞ്ജു കളിക്കുന്നുണ്ട്. അത് അഭിഷേകിനെന്ന് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട അഭിഷേകില്ലായിരുന്ന മത്സരത്തിലാണ് സഞ്ജു കളിക്കുന്നത്. അന്ന് സഞ്ജുവിന് ഒരു മികച്ചൊരു പ്രകടനം നടത്താൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള മത്സരത്തിൽ സഞ്ജു കളിക്കുന്നില്ല. ആ മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെടുകയാണ്. ആ പരാജയപ്പെട്ട നിമിഷത്തിലാണ് സഞ്ജുവിൻ്റെ വില എന്താണെന്ന് ഓരോ ആരാധകരും നമ്മുടെ ടീം മാനേജ്മെൻ്റ് അടക്കം ബോധ്യമാകുന്നത്. അങ്ങനെയാണ് സഞ്ജുവിനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇഷാൻ കിഷൻ 3ാം നമ്പറിലേക്ക് ഇറങ്ങുന്നു. അഭിഷേകിനൊപ്പം സഞ്ജു ക്രീസിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. അവിടെയാണ് നമുക്ക് ഈ ഇന്ത്യൻ ടീം ഒരു പെർഫെക്റ്റ് ആയിട്ട് സന്തുലിതമായ ടീമായി മാറുന്നത്. സ്കോറുകൾ കുറച്ച് വേഗതയായി. അതെ. നമുക്ക് മുമ്പ് നമ്മൾ ഇടങ്കയ്യന്മാരുടെ കുത്തിനിറച്ചു എന്നുള്ളൊരു ആരോപണങ്ങളുണ്ട്. പക്ഷേ സഞ്ജു വന്നതോടെ ആ ഒരു ആരോപണം ഇല്ലാതായി. സഞ്ജു നമ്മൾ കണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള പരാജയത്തിന് ശേഷം കഴിഞ്ഞ സിംബാബ്വെക്കെതിരെ മികച്ച രീതിയിൽ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും സഞ്ജു നല്ല രീതിയിൽ കളിച്ചിരുന്നു. ഒരു നല്ല തുടക്കം. അതെ. സിംബാബ്വെക്കെതിരെ 15 പന്തിൽ 24 റൺസാണ് സഞ്ജു എടുത്തത്. പക്ഷെ വലിയൊരു സ്കോർ ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഗൗതം ഗംഭീർ അടക്കം സഞ്ജുവിനെ പ്രശംസിക്കുന്നു. പാർട്ട്ണർഷിപ്പ് ഈ വേൾഡ് കപ്പിൽ ആദ്യമായാണ് 40 റണ്ണിന് മേളിലേക്ക് 48 റൺസോ മറ്റോ ഉണ്ടെന്ന് ഓപ്പണിംഗിൽ സ്കോർ ആവുന്നുണ്ട്. അതിനുശേഷമാണ് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള നിർണായക മത്സരം വരുന്നത്. ആ മത്സരത്തിൽ സ്വാഭാവികമായിട്ട് സഞ്ജു ഉൾപ്പെടെ നമുക്ക് ഏറെക്കുറെ അറിയാമായിരുന്നു. ഓപ്പണിങ്ങിൽ തന്നെ സഞ്ജു എത്തുന്നറിയായിരുന്നു. പക്ഷേ വെസ്റ്റ് ഇൻഡീസിൻ്റെ നമ്മൾ നോക്കും ബാറ്റിംഗ് ലൈനപ്പും ബോളിംഗ് ലൈനപ്പിലോട്ട് നോക്കുമ്പോൾ ബാറ്റിങ്ങിൽ വെസ്റ്റ് ഇൻഡീസ് കരുത്തരായാണ്. വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു വലിയ 8ാം നമ്പർ വരെ ഇറങ്ങുന്ന ഒരു നല്ല കൂറ്റിനടികാരാണ്. എത്ര റൺസ് വേണമെങ്കിലും ചേസ് ചെയ്യും. അപ്പോൾ നമുക്ക് ടോസിൻ്റെ ഒരു ആനുകൂല്യം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. ടോസ് കിട്ടിയതോടെ ഇന്ത്യ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് നിർണായകമായ തീരുമാനമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു 200-ന് മുകളിൽ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു 220 പോലും സ്കോർ ചെയ്തിരുന്നെങ്കിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇപ്പോഴത്തെ ബാറ്റിംഗ് ലൈനപ്പ് വെച്ച് അവരത് ഈസി ആയിട്ട് ചേസ് ചെയ്യുമായിരുന്നു. കാരണം നമ്മളത് ന്യൂസിലാൻഡിനെതിരായുള്ള മത്സരം നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ 7 വിക്കറ്റോ മറ്റോ പോയിട്ട് 170-നടുത്ത് സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് ഉള്ളത്.
ഇന്നലെയും അതുപോലെ തന്നെയാണ് അവരുടെ ബാറ്റിംഗ് ലൈനപ്പിൽ അവസാനം പവറും ജെയ്സൺ ഹോൾഡറും കൂടെയാണ് 70 റണ്ണ് സ്കോർ ചെയ്ത് 195 എത്തിച്ചത്. പക്ഷെ നമ്മൾ അവിടെ നമുക്ക് ടോസ് നമുക്ക് അനുകൂലമാകുന്നു. അതുപോലെ തന്നെ ഒരു 195 എന്ന് പറഞ്ഞാലും കൊൽക്കത്തയിൽ അത് ഭേദപ്പെട്ട വലിയ സ്കോറാണ്. നമുക്ക് അവർക്ക് ജയിക്കാൻ പറ്റുന്ന സ്കോറായിരുന്നു. പക്ഷെ നമുക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനെ വെച്ച് നമുക്ക് ചേസ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതനുസരിച്ചായിരുന്നു ഇന്ത്യ ഇറങ്ങിയത്. പക്ഷേ നമ്മൾ തുടക്കത്തിൽ നമുക്ക് വിക്കറ്റ് പോകുന്നുണ്ട്. അവിടെയാണ് നമുക്കൊരു തിരിച്ചടിയായി. നമ്മളപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ വിജയത്തിന് കാരണമായ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതുണ്ട്, ഇന്ത്യയുടെ ടോസിൻ്റെ ആനുകൂല്യം. അതുപോലെ തന്നെ നമ്മൾ പവർ പ്ലേയിൽ നമ്മൾ ഓരോ ഓവറും മറ്റുകൊണ്ടാണ് ബുംറ എറിയിക്കുന്നത്. അതെ, ബുംറ എറിയുന്നത്. പിന്നെ അതിനുശേഷം അക്ഷർ പട്ടേൽ എറിയുന്നുണ്ടോ പവർ പ്ലേയിൽ. ഹോപ്പും റോസ്റ്റൻ ജെയ്സുമാണ് ഓപ്പണിങ്ങിൽ ഒരു വെസ്റ്റ് ഇൻഡീസിന് ഓപ്പണർമാർ. അപ്പോൾ അവർക്കെതിരെ ബുംറ ഓരോ ഓവർ മാത്രമാണ് എറിയുന്നത്. അതിന് ഹാർദിക് എറിയുന്നുണ്ട്, അക്ഷർ പട്ടേൽ എറിയുന്നുണ്ട്. പക്ഷേ ബുംറ ഒരു ഓവർ മാത്രമാണ് എറിയുന്നത്. ബുംറേനെ ഇന്ത്യ അവസാനത്തേക്ക് വേണ്ടി മാറ്റി വെച്ചു. വേണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഹെഡ്മേർ വരുന്നതിന് വേണ്ടി സൂര്യകുമാർ യാദവ് ബുംറേനെ മാറ്റി വെച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ നടന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹെഡ്മേർ 3-ാം മിനിറ്റ് ക്രീസിൽ എത്തുന്നത് മുതൽ ആക്രമിച്ചാണ് ഹെഡ്മേർ ബാറ്റ് ചെയ്യുന്നത്. 12-ാം ഓവർ നിർണായകമായിരുന്നു. 12-ാം ഓവറിൽ ഹെഡ്മേറിനെ നല്ല മികച്ചൊരു പന്തിലൂടെ ബുംറ പുറത്താക്കുന്നുണ്ട്. ആ ഓവറിൽ അല്ലെങ്കിൽ ഹെഡ്മേർ അവിടെ പുറത്തായില്ലായിരുന്നെങ്കിൽ അതാണ് ജയത്തിന് കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു വലിയ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു വലിയ സ്കോർ തടയുന്നതിന് കാരണമായൊരു കാര്യം. പിന്നെ നമ്മൾ അവസാനത്തോട്ട് വരുമ്പോൾ അവസാനത്തിൽ ബുംറ വീണ്ടും ബുംറയും അശ്ദീപും അവസാനം എറിഞ്ഞ 2 ഓവറുകൾ 19ാമത്തെ ഓവർ 20ാമത്തെ ഓവറും വളരെ മികച്ച രീതിയിലാണ് എറിഞ്ഞത്. അതിന് മുമ്പുള്ള ഓവറുകളിൽ ഒരു റണ്ണ് വഴങ്ങിയെങ്കിലും അർഷദീപ് എറിഞ്ഞ അവസാനം 19ാമത്തെ ഓവറിൽ 6 റൺസോളം മറ്റോ തോന്നുന്നു വഴങ്ങിയത്. പക്ഷെ ആ ഓവറിലും ഒരു വലിയൊരു സ്കോർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യക്ക് 200-ന് മുകളിലോട്ട് ചേസ് ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിയായിരുന്നു. ആ പ്രശ്നം നമുക്ക് അവിടെ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ തുടക്കത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന മുഴുവൻ അഭിഷേക് വലിയൊരു ഇന്നിങ്സ് കളിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ അഭിഷേകിനെ വീണ്ടും സ്പിൻ ട്രാപ്പിലേക്ക് അവർ പെടുത്തി കഴിഞ്ഞു. ഫസ്റ്റ് 2 ഓവറിൽ 12 റണ്ണ് മാത്രമാണ് ഇന്ത്യ നേടിയത്. 3ാമത്തെ ഓവറിൽ അഖിൽ ഹുസൈനെ സഞ്ജു ആണ് സ്ട്രൈക്ക് നിൽക്കുന്നത്. സഞ്ജു ബൗണ്ടറി നേടുന്നു, അടുത്ത ബോളും ബൗണ്ടറി നേടുന്നു. അതിനുശേഷം സിംഗിൾ ഇട്ട് സ്ട്രൈക്ക് മാറുന്നു. ആ ഓവറിൽ അഭിഷേക് വീണ്ടും ഷോട്ടിന് ശ്രമിക്കുമ്പോൾ സ്പിൻ ട്രാപ്പിൽ പെടുന്നു, വിക്കറ്റ് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസ് ബോളർമാർ ഒരിക്കലും സഞ്ജുവിനെ ടാർഗറ്റ് ചെയ്തിരുന്നില്ല. അവർ അഭിഷേകിനെയും ഈശാൻ കിഷനെയാണ് ടാർഗറ്റ് ചെയ്തത്. ചിലപ്പോൾ സഞ്ജു പെട്ടെന്ന് പുറത്താകുമെന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നിരിക്കും. കാരണം വെച്ചാൽ മാക്സിമം ഒരു 20 റണ്ണ് 20-25 റൺസ് എടുത്ത് സഞ്ജു പുറത്താകുമെന്നൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നിരിക്കും. കാരണം വെച്ചാൽ സഞ്ജുവിൻ്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി അവർ പന്തെറിയാൻ അവർ വെസ്റ്റ് ഇൻഡീസ് ആദ്യഘട്ടത്തിൽ പോലും സഞ്ജു ക്രീസിലുണ്ടായിരുന്ന ആദ്യത്തെ ഓവറുകളിലൊന്നും തയ്യാറായിരുന്നില്ല. ഇൻഡീസ് ബോളർമാർ അഭിഷേകിനെ ഈശാൻ കിഷനെ ടാർഗറ്റ് ചെയ്തു. കറക്റ്റായിട്ട് എങ്ങനെ അവരുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി പന്തെറിയുന്നു. പക്ഷേ ആ സമയത്ത് സഞ്ജു ഗ്രീസിലുണ്ടായിരുന്നു. പക്ഷേ ഇരുവരും പെട്ടെന്ന് പുറത്താകുന്നുണ്ട്. ഇരുവരും പെട്ടെന്ന് പുറത്തായതോടെ ഇന്ത്യ ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ക്രീസിൽ നിലയുറപ്പിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് സഞ്ജു വളരെ പക്വമായ രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സഞ്ജുവിന് ക്രീസിൽ നിലയുറപ്പിക്കാനും ഉള്ള സമയം കിട്ടുന്നുണ്ട്. അവിടെയാണ് വെസ്റ്റ് ഇൻഡീസിന് ഒരു കണക്കൂട്ടൽ തെറ്റിപ്പോകുന്നത്. അവരുടെ ടാർഗറ്റിൽ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് പറയാം സഞ്ജു. കാരണം സഞ്ജുവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വലിയൊരു ദീർഘമായ ഇന്നിങ്സ് ഉണ്ടാകുമെന്ന് വെസ്റ്റ് ഇൻഡീസ് ഒരിക്കലും കരുതി കാണില്ല. പക്ഷേ ആ സഞ്ജു അവിടെ നിന്നിട്ട് ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഒട്ടുമിക്ക താരങ്ങളുമായിട്ട്. അതിനുശേഷം ഈശാൻ കിഷനുമായിട്ടാണെങ്കിൽ പോലും അഭിഷേക് ആദ്യം പുറത്താകുന്നുണ്ട്. അതിനുശേഷമാണ് ഇഷാൻ കിഷൻ പുറത്താകുന്നത്. ഇഷാന്റെ പുറത്താകൽ നമ്മളെ സംബന്ധിച്ച് ഒരു ഞെട്ടുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അഭിഷേകിന് പിന്നാലെ ഇഷാനും കൂടെ പുറത്താകുമ്പോഴത്തേക്കും നമ്മളൊരു വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അവിടെയാണ് നമുക്ക് പിന്നെ ഒരു പ്രതീക്ഷ നൽകുന്നത് സൂര്യകുമാറും സഞ്ജുവും തമ്മിലുള്ള പാർട്ണർഷിപ്പാണ്. അഭിഷേകിനൊപ്പം 29 റൺസിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് സഞ്ജു ഇവിടെ ഇതിനിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം സൂര്യകുമാർ യാദവിനൊപ്പം 58 റൺസിൻ്റെയും തിലക് വർമ്മയ്ക്കൊപ്പം 42 റൺസിൻ്റെയും ഹാർദിക് പാണ്ഡ്യയ്ക്കൊപ്പം 38 റൺസിൻ്റെയും നിർണായക കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ പാർട്ണർഷിപ്പ് എല്ലാം ബിൽഡ് ചെയ്യുന്ന സഞ്ജുവാണ്. നമ്മൾ പല മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സഞ്ജുവിൻ്റെ മറ്റു താരങ്ങളുടെ നിഴലിലായി പോകുന്ന പല മത്സരങ്ങളുണ്ട് സഞ്ജു. ഇപ്പോൾ ഇഷാൻ കിഷൻ്റെ വെടിക്കെട്ടിനിടയിലും അതുപോലെ തന്നെ സൂര്യയുടെ
ഷോട്ടിനിടെ അല്ലെങ്കിൽ അല്ല സൂര്യയുടെ വലിയ ഇന്നിങ്സിനിടയിൽ സഞ്ജുവിൻ്റെ ഷോ ആരും കാണാതെ പോകുന്നൊരു പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഞ്ജു ഇന്ത്യൻ ബാറ്റിങ്ങിന് നേരെ തന്നെ മുഴുവൻ ചുമലായിട്ടിരുന്നൊരവസ്ഥയാണ്. ഇവരും എല്ലാവരുമായിട്ട് പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. സഞ്ജു അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് ഒരു മോശമായിട്ട് ഒരു അനാവശ്യ ഷോട്ട് പോലും ഉണ്ടാവുന്നില്ല, ഒരു റിസ്ക് എടുക്കുന്ന ഒരു ഷോട്ട് പോലും ഉണ്ടാകുന്നില്ല. അതുപോലെ റൺ റേറ്റ് നിലനിർത്താൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. 10 കുറയാതെയുള്ള 10 മിനിമം വേണ്ട റൺ റേറ്റ് ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. അത് ഒരു ബാലൻസ് ചെയ്തു പോകാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. അത് ഒരു ഘട്ടത്തിൽ പോലും താഴോട്ട് പോകുന്നില്ല. സഞ്ജു ഇടയ്ക്ക് ബൗണ്ടറി നേടുന്നുണ്ട്, സിക്സ് നേടുന്നുണ്ട്, സിംഗിളുകൾ നേടി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ബൗണ്ടറികൾ നേടുമ്പോഴും അടുത്ത് വന്ന് വീണ്ടും അതേ ആവശ്യത്തിലോട്ട് വലിയൊരു ഷോട്ട് കളിക്കാൻ സഞ്ജു തയ്യാറാകുന്നു. സഞ്ജു എപ്പോഴും സംയമനത്തോടെ കളിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. അതായത് ക്രീസിൽ നിൽക്കുക, അവസാനം വരെ നിൽക്കുക, ജയിപ്പിക്കാൻ സാധിക്കുമെന്ന് സഞ്ജു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇഷാൻ കിഷനും അഭിഷേകും തുടർച്ചയായിട്ട് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ബോളുകൾക്കിടയിൽ പുറത്താകുമ്പോഴും, പ്രത്യേകിച്ച് സൂര്യയും കൂടെ പുറത്താകുമ്പോഴും ഗംഭീറിൻ്റെ ഫേസ് കാണിക്കുന്നുണ്ട് ക്യാമറകളിൽ. ഗംഭീർ ഭയങ്കര ടെൻഷനോടെ നിൽപ്പുണ്ട്. പക്ഷേ അതിനുശേഷം സഞ്ജു 50 അടിക്കുമ്പം അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഗംഭീർ കൈയടിക്കുന്നുണ്ട്. കാരണം ഗംഭീറിനൊരു ഭയങ്കര കോൺഫിഡൻസ് ലഭിച്ച പോലെ ഉണ്ട്. കാരണം സഞ്ജു അവിടെ നിൽക്കുന്നു, ക്രീസിൽ നിൽക്കുന്നു, ജയസാധ്യത നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് തന്നെയാണ് സാധ്യത എന്ന് ഗംഭീറിന് ഒരു വലിയൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഉറപ്പ് സഞ്ജുവിന് പാലിക്കാൻ സാധിക്കുന്നുണ്ട്. തിലകിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. തിലക് ഒരു മികച്ച ഇന്നിങ്സാണ്. തിലക് ക്രീസിൽ വന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫാസ്റ്റായി. തിലക് വലിയ ഷോട്ടുകൾ കളിക്കുമ്പോൾ സഞ്ജു വലിയ ഷോട്ടിന് മുതിരുന്നില്ല. സഞ്ജു ഒരു വായുവിൽ ഉയർത്തിയുള്ള ഒരു ഷോട്ട് പോലും സഞ്ജു കളിക്കുന്നില്ല. സഞ്ജു ആ സമയത്ത് രീതിയിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുകയായിരുന്നു സഞ്ജു ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ തിലക് പുറത്താവുന്നൊരു സാഹചര്യമുണ്ട്. അതാണ് നമ്മളൊരു പ്രതിസന്ധി പോലെ നമ്മൾ ആ ഒരു അതുവരെ ഉണ്ടായിരുന്നൊരു നമ്മൾ ജയത്തിൻ്റെ മുമ്പ് വക്കത്തോളാണെങ്കിലും പെട്ടെന്ന് നമുക്കൊരു പ്രതിസന്ധി തോന്നിയൊരു സാധനമായിരുന്നു. പിന്നെ പാണ്ഡ്യയുടെ കാര്യം നമുക്കറിയാം. ഹാർദിക് പാണ്ഡ്യ ഒരു കോറ്റിനടിക്കാരനാണ്. പാണ്ഡ്യ വരുമ്പോഴും നമുക്കറിയാം പാണ്ഡ്യ എങ്ങനെ കളിക്കുകയെന്ന് നമുക്കും അറിയാം. പക്ഷെ പാണ്ഡ്യയും റൺ റേറ്റ് ഒരിക്കലും താഴാൻ അനുവദിച്ചില്ല. അതിനനുസരിച്ച് ബാറ്റ് ചെയ്യുന്നുണ്ട്, കളി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 19 ഓവറിൽ പാണ്ഡ്യ പുറത്താകുന്നു. അതെ, ദുബൈ വരുന്നു. ദുബൈയുടെ വളരെ കുറച്ച് ബോളുകൾ മാത്രമാണ്, പക്ഷെ നല്ല ഷോട്ടുകളായിരുന്നു. ആ സമയത്ത് പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബൈയുടെ ആ 2 ഷോട്ടുകൾ 17 റൺസോ മറ്റോ വേണമായിരുന്നു ദുബൈ വരുമ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടി. ദുബൈ നേരിട്ട് ആദ്യം തന്നെ 4 ആണ് നേടുന്നത്. പിന്നെ തുടർച്ചയായിട്ട് ഒരു 4 കൂടെ നേടുന്നുണ്ട്. അതോടുകൂടി കളി ഇന്ത്യയുടെ കയ്യിലോട്ട് വരികയാണ്. അതായത് സഞ്ജുവിൽ നിന്ന് സമ്മർദ്ദം കുറച്ച് കുറയുന്നുണ്ട്. നമ്മൾ അവസാന ഓവറിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ, സഞ്ജു അവസാനം ഒരു 6 അടിക്കുന്നുണ്ട്, 6 ഫസ്റ്റ് ഓവർ അടിക്കുന്നു, പിന്നെ ഒരു 4 അടിച്ചാണ് കളി ജയിപ്പിക്കുന്നത്. അത്ര കോൺഫിഡൻസ് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ ഡ്രസ്സിംഗ് റൂമിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തിലകുണ്ട്, ഇഷാൻ കിഷനുണ്ട്, സൂര്യയുണ്ട്. ഇവരെല്ലാവരും ഒരു കൺഫ്യൂഷൻ അല്ല, അവർക്കറിയാം അവിടെ സഞ്ജു ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് നമ്മൾ എത്ര ആരാധകർ കാണാൻ വേണ്ടി കാത്തിരുന്ന കാഴ്ച. കാരണം വെച്ചാൽ ഒരു ടീം മുഴുവൻ സഞ്ജുവിൻ്റെ ഒരു ബാറ്റിങ്ങിൻ്റെ അല്ലെ സഞ്ജു ജയിപ്പിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. സഞ്ജുവിനെ സ്നേഹിക്കുന്നവരും ആരാധിക്കുന്നവരും കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതേ സഞ്ജു ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ സഞ്ജു എപ്പോഴും പറയുന്ന പോലെ ആ ഒരു കാഴ്ച നമ്മൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് കാണാൻ പോയി. സഞ്ജു ഒരു വിന്നിങ് റൺ നേടുന്നതിന് വേണ്ടി ഈ ഒരു ടീം മുഴുവൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ സഞ്ജു പറഞ്ഞ പോലെ തന്നെ സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. സഞ്ജു 4 അടിച്ച് ഇന്ത്യ ജയത്തിലേക്ക് എത്തിക്കുന്നു. അതുവഴി 2020 ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് ഇന്ത്യക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു. ഇതൊരു അസാധ്യ ഇന്നിങ്സ് എന്നൊക്കെ പറയും. നമുക്ക് ഇങ്ങനെയുള്ള ഇന്നിങ്സ് സാറിന് നമ്മൾ ഇന്ത്യൻ ലൈനപ്പിലോട്ട് നോക്കുമ്പോൾ കണ്ടിരിക്കുന്നത് കൂടുതലും വിരാട് കോഹ്ലി എന്നാണ്. കോഹ്ലിയാണ് നമ്മുടെ ചേസിങ് സ്റ്റാർ നമ്മൾ പറയപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ലിജിനുമായിട്ട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അപ്പം ലിജിനോട് ഞാൻ പറഞ്ഞു, ഇന്ത്യ ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റിംഗ് കരുത്ത് വെച്ച് നോക്കുമ്പോൾ ചേസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ വലിയ സ്കോർ ഉയർത്തിയാൽ പോലും വെസ്റ്റ് ഇൻഡീസ് അത് ഇന്നപോലെ തിരിച്ചടിച്ചെടുക്കാൻ അവർക്ക് അതിനുള്ള കെൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം ലിജനോട് പറയുന്നുണ്ട്, നമുക്കൊരു വിരാട് കോഹ്ലി ഇല്ല, നമുക്ക് ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വിരാട് കോഹ്ലി നമ്മുടെ ഇപ്പം നിലവിലില്ലെന്ന്. അപ്പം ഞാൻ തമാശയോടെ പറഞ്ഞു, സഞ്ജുവിന് സാധിക്കുന്നു. ഞാൻ ചുമ്മാ തമാശയോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷെ നമ്മളത് ഒട്ടും പ്രതീക്ഷിക്കാതെ സഞ്ജുവിൻ്റെ എന്താണ് ക്ലാസ്, സഞ്ജുവിൻ്റെ എന്താണ് ഒരു പക്വതയുള്ള ഇന്നിങ്സ് എന്താണെന്ന് നമുക്ക് ഒരുവിധം എല്ലാവർക്കും അറിയാം. പക്ഷേ സഞ്ജുവിന് അത് പുറത്തെടുക്കാൻ പല ഘട്ടങ്ങളിലും പറ്റിയിട്ടില്ല. പക്ഷെ അത് ഇന്നലെ നമുക്ക് ഈഡൻ ഗാർഡൻസിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു
അനാവശ്യ ഷോട്ടുകളൊന്നുമില്ലാതെ എങ്ങനെ കളി മുമ്പോട്ട് കൊണ്ടുപോകണം, എങ്ങനെ വിജയത്തിലേക്ക് ടീമിനെ എത്തിക്കണം, എങ്ങനെ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യണം, എങ്ങനെയായിരിക്കണം ഒരു ഓപ്പണിങ്ങിൽ ഇറങ്ങിയാൽ പോലും കളി നിയന്ത്രിക്കേണ്ടത് എന്ന് സഞ്ജു കാണിച്ചത്. പലപ്പോഴും നമ്മൾ ഈ കാഴ്ച കണ്ടിരിക്കുന്നത് കോഹ്ലിയിൽ നിന്നാണ്. സമീപകാലത്ത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോഹ്ലിയിൽ നിന്നാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ പലപ്പോഴും കണ്ടിരിക്കുന്നത്. കോഹ്ലിയാണ് ഇന്ത്യനെ ആദ്യം മുതൽ വിജയത്തിൻ്റെ വക്കോളം എത്തിക്കുന്ന ഒരു താരം. പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു കളി നമ്മൾ സഞ്ജുവിലൂടെ കാണാൻ സാധിച്ചെന്നുള്ളതാണ്. സഞ്ജുവിൻ്റെ ഇന്നിങ്സിനെ പൊഴുത്താത്ത ആരുമില്ല. ഇപ്പം ഇവരുടെ എല്ലാ താരങ്ങളും സച്ചിനടക്കമുള്ളവർ പുകഴ്ത്തിക്കും വരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇന്നിങ്സാണ് ഇത്രയും എനിക്ക് തോന്നുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും മികച്ച ഇന്നിങ്സ് എന്ന് പറയുന്നത് സഞ്ജുവിൻ്റെയാണ്. അവിടെ നമ്മൾ സിംബാബ്വെക്കെതിരെ ബെനറ്റിൻ്റെ ഇന്നിങ്സൊക്കെ നമ്മൾ മറന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ഇംഗ്ലണ്ടിൻ്റെ ഹാരി ബ്രൂക്ക് കഴിഞ്ഞ കളിയിൽ അടിച്ചിട്ട് ഇന്നിങ്സൊക്കെ ഉണ്ട്, ജയിപ്പിച്ച ഇന്നിങ്സ്, അതൊക്കെ മറന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷേ സഞ്ജുവിൻ്റെ ഇന്നിങ്സ് ഇതൊരു ക്രൂഷ്യൽ മാച്ച് കൂടെ ആയിരുന്നല്ലോ. ഒരു ജയമില്ലെങ്കിൽ പുറത്താകും. ഇത് ഒരാൾ അവിടെ നിന്നിട്ട് കളി ജയിപ്പിക്കുകയാണ്. ഓരോ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കളി ഇത് കൂടി ടാർഗറ്റിലേക്ക് എത്തുകയാണ്. ഇതൊരു അസാധ്യ ഇന്നിങ്സാണ്. നമുക്കത് വില കുറച്ച് കാണാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഇന്നിങ്സിന്റെ സവിശേഷത പറയാതിരിക്കാനോ പറ്റില്ല. കാരണം അത്ര വിവരിച്ചാലും തീരാത്ത ഒരു ഇന്നിങ്സ്. ഒരു സമയത്ത് നമ്മൾ സെഞ്ചുറി അടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതെ, ഇത് സെഞ്ചുറിയോളം വിലയുള്ള ഇന്നിങ്സ് ആണ്. സെഞ്ചുറി അല്ലെങ്കിൽ സെഞ്ചുറി എന്ന് പറയുന്നത് ഇവിടെ സെഞ്ചുറി അല്ല കാര്യം, ടീം ജയിക്കുക എന്നുള്ളതാണ്. പലരും പറയും ഇപ്പൊ ദുബൈ അടിച്ചില്ലായിരുന്നെങ്കിൽ സഞ്ജു സെഞ്ചുറി അടിക്കാമായിരുന്നു. പക്ഷെ ദുബൈയുടെ ഇന്നിങ്സ് നല്ല മികച്ച ഇന്നിങ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദുബൈ ആ 2 4 നേടിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഒരു പ്രഷറിലേക്ക് എത്തി നിൽക്കും, കൂടുതൽ പ്രഷർ കൂടത്തേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ഇന്നിങ്സിനെ സംബന്ധിച്ച് നമ്മൾ സെഞ്ചുറി അല്ല, ഇതൊരു സെഞ്ചുറിയേക്കാളും വലിയുള്ളൊരു ഇന്നിങ്സ് ആണ്. ഈ ടീം ആവശ്യപ്പെടുന്ന ഒരു ഇന്നിങ്സ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ടീമിനെ സെമിയിലേക്ക് എത്തിക്കുന്ന ഇന്നിങ്സാണ്. അവിടെ സെഞ്ചുറി എന്നുള്ളൊരു 3 അക്കത്തിനല്ല വില. ഇവിടെ ഒരു സവിശേഷകരമായ ഒരു ഇന്നിങ്സ് പിറന്നിരിക്കുകയാണ്. അതിനാണ് ഏറ്റവും വലിയൊരു വില നൽകേണ്ട ഒരു കാര്യം. 5-ാം തീയതി വാങ്കഡയിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ സെമി ഫൈനൽ മാച്ച്. അപ്പോൾ സഞ്ജുവിന് വീണ്ടും മികച്ചൊരു ഇന്നിങ്സ് കളിക്കാൻ പറ്റട്ടെ. സഞ്ജുവിന് ഭാഗത്തുനിന്ന് വലിയൊരു ഇന്നിങ്സ് കളിക്കാൻ സാധിക്കും നമുക്ക്. കാരണം വെച്ചാൽ സഞ്ജു ഫുൾ കോൺഫിഡൻസിലാണുള്ളത്. ഇപ്പൊ ടീമിന്റെ മുഴുവൻ ഒരു പിന്തുണ സഞ്ജുവിനുണ്ട്, ആരാധകരുടെ പിന്തുണയുണ്ട്, മാനേജ്മെന്റിന്റെയും, അതായത് ഇന്ത്യ ക്രിക്കറ്റിന്റെ ഫുൾ ഒരു പിന്തുണ സഞ്ജുവിലേക്ക് എത്തി, ഒരു മലയാളി താരത്തിലേക്ക് എത്തി. അപ്പോൾ സഞ്ജുവിന് ഇനി വരുന്ന മത്സരത്തിൽ കൂടുതൽ കോൺഫിഡൻസോടെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പറ്റും, മികച്ചൊരു ഇന്നിങ്സ് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കാം.